ഹായ് ഹലോ, ഞാൻ സാജൻ. ഏജ് യങ്, പ്രായമാകുമ്പോഴും യുവത്വത്തോടുകൂടി ഇരിക്കുക. എനിക്കിന്ന് പറയാനുള്ളത് ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിമറിച്ച, അവരുടെ ഭാഗധേയം നിർണയിച്ച ഒരു ശബ്ദ സന്ദേശത്തെക്കുറിച്ചാണ്. ആ സന്ദേശത്തിൻ്റെ ബ്രീഫ് ആണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിലുള്ള ഒരു ബ്രീഫാണ് അവതരിപ്പിക്കുന്നത്. ആ സന്ദേശം ശരിക്കും 1956 പുറത്തിറങ്ങിയതാണ്. സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്നാണ് അതിൻ്റെ പേര്. മിസ്റ്റർ ഏൾ നൈറ്റിംഗേൽ എന്ന പ്രശസ്തനായിട്ടുള്ള ഒരു പ്രഭാഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ള. അന്നത്തെ കാലത്ത് വിഷ്വൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു റേഡിയോ സന്ദേശമായിട്ടാണ് ഇത് പുറത്തുവിട്ടത്. പിന്നീട് വന്നിട്ടുള്ള ഈ 1956 ശേഷം വന്നിട്ടുള്ള ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഈ സന്ദേശം പലതരത്തിൽ എടുത്തിട്ട് അവരുടേതായിട്ട് ഉപയോഗിക്കുക ഉണ്ടായി. ഈ സന്ദേശം തുടർച്ചയായിട്ട് ശ്രവിക്കുക വഴി ഒരുപാട് ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുത്താനും ജീവിത വിജയം കൈവരിക്കാനും ഇത് കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സന്ദേശത്തിൻ്റെ ഫുൾ വീഡിയോസ്, ഫുൾ ഓഡിയോ പ്ലസ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു ബ്രീഫ് മാത്രമാണ്, ഒരു 10 മിനിറ്റ് വരുന്ന ഒരു ബ്രീഫ് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. പെട്ടെന്ന് അതെന്താണ് സംഭവം എന്നറിയേണ്ടവർക്ക് അത് ഉപകരിക്കും. അപ്പോൾ അതൊന്ന് കേൾക്കുക. ഏറ്റവും വിചിത്രമായ രഹസ്യം. ഇന്നത്തെ കാലഘട്ടം ഏറെ അവസരങ്ങൾ നിറഞ്ഞതാണ്. അവിടെ ഏതൊരാൾക്കും ധാരാളം വിജയ സാധ്യതകളുണ്ട്. എന്നാൽ ആളുകൾ അവ കണ്ടെത്താനോ ഉപയോഗപ്പെടുത്താനോ പരിശ്രമിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. 25 വയസ്സിൽ ജീവിതം തുടങ്ങുന്ന 100 പേരെ നോക്കുക. അവർ എല്ലാവരും വിജയപ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. എന്നാൽ 40 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് 65 വയസ്സാകുമ്പോൾ അവരിൽ ഒരാൾ മാത്രം സമ്പന്നനായതായി കാണുന്നു. 4 പേർ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിരിക്കും. മറ്റുള്ള എല്ലാവരും അപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുകയായിരിക്കും. അതിൽ തന്നെ പകുതിയിലേറെ പേർ തകർച്ചയിലും ആയിരിക്കും. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? എന്തുകൊണ്ട് ഭൂരിപക്ഷവും പരാജയപ്പെട്ടു? 25 വയസ്സിലുണ്ടായിരുന്ന അവരുടെ കണ്ണുകളിലെ തിളക്കം, അവരുടെ ശോഭനമായ സ്വപ്നങ്ങൾ, ചുറുചുറുക്ക്, ഉന്മേഷം എല്ലാം എവിടെ പോയി? 100-ൽ 95 പേർ പരാജയപ്പെട്ടു, 5 പേർ മാത്രം വിജയിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്താണ് വിജയം? നല്ല ഒരു ലക്ഷ്യം കണ്ടെത്തുക, അത് പടിപടിയായി സാക്ഷാത്കരിക്കുക. അതാണ് വിജയം. ധൈര്യത്തിൻ്റെ വിപരീതം ഭീരുത്വമല്ല, അത് പൊരുത്തപ്പെടലാണ്. ആളുകൾ പലതിനോടും പൊരുത്തപ്പെട്ട് ഒഴുക്കിനൊത്തു നീന്തുകയാണ്. അവർ മറ്റുള്ളവർ എന്തെല്ലാം ചെയ്യുന്നു എന്ന് നോക്കുന്നു, അതുതന്നെ അനുകരിക്കുന്നു. 65 വയസ്സിന് മുകളിലുള്ള ആളുകളെ നോക്കുക. ഭൂരിഭാഗം പേരും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരെല്ലാം 7 വയസ്സിൽ എഴുതാനും വായിക്കാനും തുടങ്ങിയവരായിരുന്നു. അവർ 25 വയസ്സിലെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങിയിരുന്നു, കുടുംബം പോറ്റാൻ തുടങ്ങിയിരുന്നു. എന്നിട്ടും ഒടുവിൽ അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം അവർ ഒഴുക്കിനൊത്തു നീന്തിയവരാണ്. പരാജയപ്പെടുന്ന 95%-നൊപ്പമായിരുന്നു അവർ. അവർ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. ഇതാണ് അവരുടെ ഉത്തരം. ഒഴുക്കിൽ നിന്ന് വിട്ടുമാറി സ്വന്തം ലക്ഷ്യം കണ്ടെത്തി അതിലേക്ക് മുന്നേറുന്ന വ്യക്തി വിജയം വരിക്കുന്നു. എന്നാൽ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷെ വിജയിക്കാനാവുന്നില്ല. ലക്ഷ്യബോധമുള്ളവർ മാത്രം ആഗ്രഹിച്ചത് നേടുന്നു. അവർ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുന്നു. എവിടേക്കാണ് പോകേണ്ടത് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. ഒരു ഉദാഹരണം എടുക്കാം. തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു കപ്പൽ. മിടുക്കനായ ഒരു കപ്പിത്താനും നല്ല സഹായികളും അതിലുണ്ട്. അതിൻ്റെ ലക്ഷ്യവും വഴിയും സമയക്രമവും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നീങ്ങുകയും അത് കൃത്യസമയത്ത് ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. എന്നാൽ നല്ലൊരു ടീമോ പ്ലാനോ ഇല്ലാതെ വെറുതെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് അലക്ഷ്യമായി മുന്നോട്ട് വിടുകയാണെങ്കിൽ അത് ആഴക്കടലിൽ മുങ്ങിപ്പോവുകയോ ഏതെങ്കിലും തീരത്ത് തകർന്നടിയുകയോ ചെയ്യും. ഒരു സെയിൽസ്മാനെ നോക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയാമെങ്കിൽ അയാൾ ലോകത്തിലെ ഏറ്റവും വരുമാനം നേടുന്ന ജോലിക്കാരിൽ ഒരാളായി മാറുന്നു. എല്ലാ കമ്പനികൾക്കും അങ്ങനെയുള്ളവരെ ആവശ്യമാണ്. എന്നാൽ അത്തരക്കാർ എണ്ണത്തിൽ കുറവാണ് എന്നതാണ് സത്യം. മിടുക്കുള്ളവർ വിജയിക്കുന്നു, അവനെ തടയാനാകില്ല. അതുപോലെ ദുർബലനെ പരാജയപ്പെടുന്നതിൽ നിന്നും തടയാനാവില്ല. സാധാരണക്കാരനായി ജീവിക്കുക എന്നത് ഇന്നത്തെ ലോകത്ത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ആ പീഠഭൂമിയിൽ നിന്നും ഉയർന്ന് വിജയം കൈപ്പിടിയിലാക്കുക എന്നതാണ് പ്രധാനം. ഇനി ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യം പറയാം. ലക്ഷ്യബോധമുള്ളവൻ വിജയിക്കുന്നു, അല്ലാത്തവൻ പരാജയപ്പെടുന്നു. നാം എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരുന്നു എന്നതാണ് സത്യം.
ഇതാണ് വിചിത്രമായ രഹസ്യം. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും ജീവിതം പഴയതുപോലെ ആകില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഉത്കണ്ഠയും പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം അകന്നു പോകും. സംശയവും ഭയവും ഉണ്ടാകില്ല. കാരണം വിജയത്തിന്റെ താക്കോൽ ഓരോരുത്തരുടെയും കയ്യിൽ തന്നെ ഉണ്ട്. നാം എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ആയിത്തീരുന്നു. ഇതാണ് ആ വിചിത്രമായ രഹസ്യം. വളരെ കുറച്ചു പേർ മാത്രമേ ഇത് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നതിനാലാണ് ഇതിനെ രഹസ്യം എന്ന് വിളിക്കുന്നത്. ലോകത്തെ ജ്ഞാനികൾ പണ്ടുകാലം തൊട്ടേ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും ഭൂരിഭാഗം പേരും ഇത് മനസ്സിലാക്കുന്നില്ല എന്നതിനാൽ ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. ലോകചരിത്രം പരിശോധിച്ചാൽ അറിവുള്ളവർ ഇക്കാര്യം വെളിപ്പെടുത്തിയ വാക്കുകൾ നമുക്ക് ധാരാളമായി കണ്ടെത്താനാകും. ചിന്തകളാണ് ഒരു മനുഷ്യന്റെ ജീവിതം സൃഷ്ടിക്കുന്നത്. ഒരു നിശ്ചിത ലക്ഷ്യത്തിനായി ദൃഢനിശ്ചയത്തോടെ മുന്നേറുന്ന വ്യക്തി അത് നേടുക തന്നെ ചെയ്യും. ആ വ്യക്തിയെ ഒരു ശക്തിക്കും തടയാനാകില്ല. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. പോസിറ്റീവായി ചിന്തിക്കുന്നവന് പോസിറ്റീവായ ഫലങ്ങൾ ലഭിക്കും. നെഗറ്റീവായി ചിന്തിക്കുന്നവന് നെഗറ്റീവ് ഫലങ്ങളും. നല്ല സാഹചര്യങ്ങൾ കണ്ടെത്തുക. കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അവയെ സ്വയം സൃഷ്ടിക്കുക. നാം എന്ത് ചിന്തിക്കുന്നുവോ അത് ആയിത്തീരുന്നു. മനസ്സ് ഒരു കൃഷിഭൂമിയാണ്. അവിടെ നല്ല വിത്ത് നടുന്നവർക്ക് നല്ല ഫലം ലഭിക്കുന്നു, വിഷവിത്ത് നടുന്നവർക്ക് വിഷഫലവും. എന്തു നടണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ മനസ്സിൽ വിജയത്തിൻ്റെ വിത്ത് നടുക. തീർച്ചയായും വിജയഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നമുക്ക് ലഭിച്ച മഹത്തായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മനസ്സ്. എന്നാൽ അതിന് നാം വേണ്ടത്ര മൂല്യം കൽപ്പിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ജീവിതത്തിൽ മൂല്യവത്തായ കാര്യങ്ങളെല്ലാം നമുക്ക് സൗജന്യമായി ലഭിച്ചവയാണ് എന്നതാണ് സത്യം. അവ പകരം കിട്ടില്ല. പണം കൊടുത്തു വാങ്ങുന്ന വസ്തുക്കൾക്ക് നാം ഏറെ പ്രാധാന്യം നൽകുന്നു. എന്നാൽ എത്രയോ മൂല്യം കുറഞ്ഞവയാണ് അവ. നഷ്ടപ്പെട്ടാൽ നമുക്കവയെ വീണ്ടും വാങ്ങാനാകും. എന്നാൽ യഥാർത്ഥ മൂല്യമുള്ളതൊന്നും നമുക്ക് പകരം കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹമായി കിട്ടിയ മനസ്സിൻ്റെ ശക്തിയെ നമുക്ക് നിസ്സാരമായി കാണാതിരിക്കാം. ആ ശക്തിയെ അർഹിക്കുന്ന മൂല്യത്തോടെ കാണാം. നല്ല വിത്തുകൾ മാത്രം നമുക്ക് മനസ്സിൽ നടാം. പൂർണ്ണ ശ്രദ്ധയോടെ അതിനെ പരിപാലിക്കാം. അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ, അതിനായി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നാം വിജയിക്കുക തന്നെ ചെയ്യും. അത് ഒരു പ്രകൃതി നിയമമാണ്. ഞെട്ടറ്റ ആപ്പിൾ താഴേക്ക് വീഴുന്നു എന്ന ഗുരുത്വാകർഷണ നിയമം പോലെ തർക്കമില്ലാത്ത നിയമമാണ് ഇതും. ലക്ഷ്യത്തെക്കുറിച്ച് കണ്ണടച്ച് ചിന്തിക്കുക. അത് നേടിയതായി മനസ്സിൽ കാണുക. ആ ലക്ഷ്യത്തിൻ്റെ സൗഭാഗ്യങ്ങൾ മനസ്സുകൊണ്ട് അനുഭവിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാവുക. അത് നിറവേറുക തന്നെ ചെയ്യും. 30 ടൺ ഭാരം വഹിക്കുന്ന അതിഭീമാകാരനായ ആ വാഹനത്തെ നോക്കുക. ചെറിയ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അതിനെ നയിക്കുന്നു. അയാൾ പിടിവിട്ടാൽ അത് ഏതെങ്കിലും കുഴിയിലേക്ക് മറിയും. നന്നായി നിയന്ത്രിച്ചാലോ നല്ല ഒരു ലക്ഷ്യത്തിൽ വിജയകരമായി എത്തിച്ചേരുകയും ചെയ്യും. നാം നമ്മുടെ മനസ്സിനെ എങ്ങനെ നയിക്കുന്നുവോ അതുപോലെ നമുക്ക് വിജയമോ പരാജയമോ ലഭിക്കും. ഇതാണ് ആ വിചിത്രമായ രഹസ്യം. നമുക്ക് സമ്മാനമായി ലഭിച്ച അനുഗ്രഹങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. ജീവിതത്തിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാം. ലക്ഷ്യം തീരുമാനിക്കുക. അതിനുവേണ്ടി പൂർണ്ണമായ മനസ്സോടെ പ്രവർത്തിക്കാൻ തുടങ്ങുക. ആ നിമിഷം മുതൽ വിജയിയായ വ്യക്തിയായി നാം മാറുന്നു. ലക്ഷ്യത്തെ അറിയുക, ആത്മാർത്ഥമായി മുന്നേറുക. ഇതുമാത്രമാണ് നാം ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നമ്മെക്കാൾ വലിയ ശക്തിക്ക് വിട്ടുകൊടുക്കുക. ഇന്ന് തന്നെ തുടങ്ങുക. അടുത്ത 30 ദിവസത്തേക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. 1. ഒരു കാർഡ് എടുത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യക്തമായും കൃത്യമായും എഴുതാം. ആ കാർഡ് എപ്പോഴും ഒപ്പം കരുതാം. ഇടയ്ക്കിടെ എടുത്തു നോക്കാം. അതിനെക്കുറിച്ച് പോസിറ്റീവായി മാത്രം ചിന്തിക്കാം. രാവിലെ അത് കണ്ടുകൊണ്ട് ഉണരാം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഒന്നുകൂടി അതെടുത്ത് നോക്കാം. ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കാൻ അങ്ങനെ നമുക്ക് സ്വയം നിർബന്ധിക്കാം. 2. നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കാം. തെറ്റായതും പേടിപ്പിക്കുന്നതുമായ ചിന്തകൾ ഉയർന്നു വരുമ്പോൾ അവയെ ബോധപൂർവം മാറ്റിവെച്ച് ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ലക്ഷ്യം നേടുന്ന സുവർണ നിമിഷം മനസ്സിൽ കാണാം. 3. സേവനങ്ങൾ ചെയ്യാം. മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യാം. നല്ല കാര്യങ്ങൾ കൂടുതലായി ചെയ്യാം. അത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിരിക്കാൻ സഹായിക്കുക തന്നെ ചെയ്യും. വിജയം എന്നാൽ പണം ഉണ്ടാക്കലല്ല എന്ന് മനസ്സിലാക്കുക. പണം വിജയത്തിൻ്റെ അളക്കാവുന്ന ഒരു ഫലം മാത്രമാണ്. എനിക്ക് ചൂട് തരൂ, ഞാൻ അടുപ്പ് കത്തിക്കാം എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അടുപ്പിൽ വിറക് വെച്ച് തീ കത്തിച്ചാലേ നമുക്ക് ചൂട് ലഭിക്കൂ. അതുപോലെ സേവനം, സൃഷ്ടി, നിർമ്മാണം എന്നിവ ചെയ്താലേ നമ്മിലേക്ക് പണം എത്തൂ.
30 ദിവസം നിരന്തരമായി പരിശീലിക്കുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുന്നു. ലക്ഷ്യം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടാവട്ടെ. ഈ 30 ദിവസം കഴിഞ്ഞാൽ അടുത്ത 30 ദിവസം തുടങ്ങുക, അത് ആവർത്തിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി സാക്ഷാത്കരിക്കപ്പെടുന്നത് കാണാം, നമ്മിൽ സമൃദ്ധി നിറയുന്നത് കാണാം. എന്നാൽ അതിലും പ്രധാനമായി നമ്മിലേക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും എത്തിച്ചേരുന്നത് കാണാം.